ഇനി നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് കണ്ടാലോ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടി ആദ്യം നമ്മളൊരു പാൻ എടുത്ത് വെച്ചു. പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതുപോലെ കടുക്, പെരുംജീരകം ആഡ് ചെയ്ത് കൊടുത്തു. പെരുംജീരകം ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്താവുന്നതാണ്. എന്നിട്ട് അതൊന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചോപ്പ് ചെയ്ത് വെച്ചത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാള കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മളതിലേക്ക് ഒരു പകുതി ബ്രൗൺ ആവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്നുകൂടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലാസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓവറായിട്ട് ബ്രൗൺ കളർ ആവേണ്ട, ഈ ഒരു കളർ ചേഞ്ചസ് മതിയാകും. ഈ ഒരു ടൈമിൽ നമുക്കിനിയും ആവശ്യത്തിനുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇല്ലാത്തവർക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സ്പൈസസ് ആണോ ഇഷ്ടം അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. അത് നല്ലൊരു ടേസ്റ്റാണ്. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളിനിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി കൂടി ഈ ഒരു ടൈമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളി അതുപോലെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ അതും നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതൊന്ന് കുക്കായതിന് ശേഷം വേണം നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് വേണ്ട വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അത് എപ്പോഴും നമ്മൾ നല്ല ചൂടായ വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു ടൈമിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചെറുതായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞില്ല, ഇപ്പോൾ സ്പൈസസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ച് ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം. പതുക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലൂടെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കണം. അടച്ച് തന്നെ കുക്ക് ചെയ്യണം. ഇതൊരു ജ്യൂസി ടൈപ്പിലാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മളതിന് ഓവറായിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ലപോലെ കുക്കായിട്ടുള്ള മുട്ട റോസ്റ്റാണ് വേണ്ടത്, ആ ഒരു രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ടൈം കൂടെ വെയിറ്റ് ചെയ്ത് കുക്ക് ചെയ്യണം. കുറച്ച് വെച്ചാൽ നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുക. അടിയിലൊന്നും പിടിക്കാതെ ഓവറായിട്ടുള്ള വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പം അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് സിമ്മിലാക്കി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ഒരു ജ്യൂസി ടൈപ്പിലാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മളിതിനെ ഓവർ കുക്ക് ആക്കുന്നില്ല. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുരുമുളകും എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളിത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിപ്പം നമ്മളുടെ ഒരു ഇതിനുള്ള രീതിയിൽ അത് കുക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എഗ്ഗിൻ്റെ അത് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ജ്യൂസ് വേണ്ടതുകൊണ്ട് നമ്മളിത് ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്ത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം അത് കമൻ്റായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് ദോശയുടെ കൂടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയണം.